നമ്മളെല്ലാവരെയും കാണുവാൻ കഴിയുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. നമ്മളെല്ലാവരെയും ഇന്ന് പകൽ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ സംസാരിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില വിഷയങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സ്ട്രെയിഞ്ചായി യേശു കർത്താവ് വളരെ പ്ലെയിൻ, വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിലാണ് വന്നത് എന്ന് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താതെ ഇരുന്നു. അതിലൊന്നാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചുണ്ട്. ഒന്ന് വായിക്കാമോ? മർക്കോസ് 16:7. മർക്കോസ് സുവിശേഷം മത്തായിയെക്കാളും, ശുദ്ധ മത്തായിയുടെ സുവിശേഷത്തെക്കാളും, ലൂക്കോസോ യോഹന്നാനുടെ സുവിശേഷത്തെക്കാളും ആദ്യം വായിക്കേണ്ടത് മർക്കോസ് സുവിശേഷമാണ്. അതാണ് ആദ്യം എഴുതപ്പെട്ടത്. വായിച്ചാട്ടെ. മഗ്ദലന മറിയത്തോടും തൻ്റെ കൂടെ യേശു കർത്താവിൻ്റെ കല്ലറ സന്ദർശിക്കുവാൻ എത്തിയ സ്ത്രീകളോടും കർത്താവ് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പോയി, കർത്താവിൻ്റെ ദൂതന്മാർ പറയുന്ന കാര്യമാണ്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും, അതായത് 12 അക്കൂട്ടത്തിൽ നോക്കൂ, 12 ഒരുവനായ പത്രോസിൻ്റെ പേര് എടുത്തു പറയുകയാണ്. പത്രോസിനോടും നിങ്ങൾ പറയേണ്ട ഒരേ ഒരു കാര്യം, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? ഇമ്മീഡിയറ്റ്. എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നില്ല. യേശുവിൻ്റെ കാലത്തുള്ള ഇസ്രയേൽ മാപ്പ്, ജിയോഗ്രാഫിക്കൽ പൊസിഷൻ, എന്തോ മാപ്പ് ഓഫ് ഇസ്രയേൽ അറ്റ് ദ ടൈം ഓഫ് ജീസസ് എന്ന് അടിച്ചാൽ ഗൂഗിളിൽ നിങ്ങൾക്ക് ഇമേജ് കിട്ടും. ആ മാപ്പ് ഒന്ന് ഇടണേ. നോക്കൂ, വളരെ സിമ്പിളാണ്. യേശു കർത്താവ് കൺസ്യൂം ആയത് ഗലീലയിലാണ്, ജനിച്ചത് ബേത്ലഹേമിലാണ്, വളർന്നത് ഗലീലയിലാണ്. ഗലീല, ശമരിയ, യഹൂദ്യ എന്നീ പ്രവിശ്യയിൽ യേശു കർത്താവ് സഞ്ചരിച്ച് തൻ്റെ വേല ചെയ്തു. എന്നാൽ ചില പ്രത്യേക സ്ഥലങ്ങൾ യേശു ഈ പ്രവിശ്യ, ഇസ്രയേൽ പ്രവിശ്യ വിട്ട് സിറിയ, ഫൊയ്നീഷ്യ എന്നീ ദേശങ്ങളിലേക്ക് വാങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തു. ചില പ്രത്യേക ഘട്ടങ്ങളിൽ യവനായക്കാരായ ചിലർ യേശുവിനെ കാണുവാൻ വന്നു. യഹൂദന്മാരല്ലാത്ത ചിലർ യേശുവിനെ അന്വേഷിച്ച് വന്നു. നാഗീസ് യേശു കർത്താവിൻ്റെ ജന്മത്തിൽ വന്നായിരുന്നു. എന്നാൽ വിദ്വാൻമാർ വന്നതിന് പിന്നാലെ യഹൂദരല്ലാത്ത ചിലർ വന്നത് യവനായക്കാരാണ്. യവനായക്കാർ വന്നു എന്നുള്ള വാക്ക് ഫിലിപ്പോസ് യേശുവിനോട് പറയുമ്പോൾ യേശു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. ലെറ്റ് ഇറ്റ് ബി എ ഹോംവർക്ക്. ഏതാണ്ട് മിഷൻ ഫുൾഫിൽ ആയതുപോലെയാണ് താൻ പറയുന്നത്. അപ്പോൾ താൻ വളരെ പ്രിസൈസ്ഡായ, അങ്ങനെ കാണാമെന്ന അല്പം കൂടെ, അതോ എനിക്കാണോ പ്രശ്നം അറിയത്തില്ല, കാണാൻ ഇച്ചിരി കൂടെ കളർഫുള്ളായ ഒരു മാപ്പെടുത്ത് ഡിസ്പ്ലേ എടുത്ത്. സോ വാട്ട് ഐ എം സെയിങ്, യേശു കർത്താവ് ഇവിടെ എല്ലാം ശുശ്രൂഷയെങ്കിലും ഗലീലയിൽ നിന്ന് പിന്നെയും, വടക്ക് പിന്നെയും ശമരിയ വഴി യഹൂദ്യയിലേക്ക് കർത്താവ് മരിക്കുവാൻ വേണ്ടി യാത്ര ചെയ്തു, ക്രൂശിക്കപ്പെടാൻ വേണ്ടി യാത്ര ചെയ്തു. യഹൂദയിൽ താൻ ക്രൂശിക്കപ്പെട്ടു, യഹൂദയിൽ താൻ അടക്കപ്പെട്ടു, യഹൂദയിൽ താൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് അരിമത്യയിലെ യോസെഫിൻ്റെ കല്ലറയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്. അത് യെരുശലേമാണ്, യെരുശലേം ടൗൺ ഇറ്റ്സെൽഫാണ്. എന്നാൽ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്ന എല്ലാവരും ചെയ്യാം, അല്പം കൂടെ ഒന്ന് അതിൻ്റെ ഇത് വലുതാക്കാമോ? അവിടെ എന്താ ഏറ്റവും മുകളിലത്തെ ഗലീലി പ്രവിശ്യയ്ക്ക് എന്ത് കളറാണ് നമ്മൾ പറയുന്നത്? മഞ്ഞയാണോ? മഞ്ഞയല്ല, സംതിങ് ലൈക്ക് ദാറ്റ്. അത് കഴിഞ്ഞ് ശമരിയ കണ്ടോ, നീല കളർ, ബ്ലൂ കളർ. അത് കഴിഞ്ഞ് ജുഡിയ കണ്ടോ, ഏകദേശം ബ്രൗൺ കളർ. ഇതാണ് യോർദാൻ്റെ ഇങ്ങേപ്പുറമുള്ള പ്രവേശം. അപ്പം ഗലീലയിൽ കൺസ്യൂമായ യേശു യഹൂദ്യയിൽ ബേത്ലഹേമിൽ ജനിച്ചു, ശമരിയയിൽ താൻ ശുശ്രൂഷിച്ചു. ഗലീലയിലാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്, അങ്ങ് മുകളിൽ. എന്നാൽ താൻ മരിച്ചത് യഹൂദ്യയിലാണ്. യഹൂദ്യയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യഹൂദ്യയിൽ നിൽക്കുന്ന യേശു പറയുകയാണ്, നിങ്ങൾ ഗലീലയ്ക്ക് പോകണം. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ വചനം അങ്ങനെ പറയാം. ചിലപ്പോൾ ജിയോഗ്രാഫിക്കൽ എക്വേഷന് പഠിക്കണം. ഇത് തമ്മിൽ ഏകദേശം ഒരു 100 മൈൽ വ്യത്യാസമുണ്ട്. അന്ന് കാളവണ്ടിയിൽ, കുതിരവണ്ടി, കഴുതയൊക്കെയാണ് വാഹനം. എന്ത് പ്രയാസം എന്നറിയാം 100 മൈൽ യാത്ര ചെയ്യാൻ. യേശു കർത്താവ് ഏകദേശം 70 മൈൽ യാത്ര ചെയ്താണ് സ്നാനപ്പെടാൻ വന്നത്. സ്തോത്രം. ആ ഗലീല ദേശങ്ങളിലൊന്നും സ്നാനപ്പെടുത്തുന്നവരില്ലായിട്ടൊന്നുമല്ല. യേശു കർത്താവിന് ക്രിസ്റ്റലാണ്, ബാപ്റ്റിസ്റ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ കൈക്കീഴിൽ തന്നെ സ്നാനപ്പെടണം. യേശു അത്രയ്ക്ക് പ്രിസൈസ്ഡായിരുന്നു. ഞാൻ പറഞ്ഞില്ല, യവനക്കാർ വന്ന് യേശുവിനെ കാണുമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ഹോംവർക്കിൽ പോയി പഠിക്കണം. ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്, പെർസ്പെക്റ്റീവ് ഡിഫറൻസാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. ഒരു സുറൂഫിക്കാരി സ്ത്രീ കരഞ്ഞു വരികയാണ്. അവളുടെ മകൾ, ഏകമകൾ ഭൂതോപദ്രവബാധയാൽ കിടക്കുകയാണ്. പക്ഷേ യേശു മൈൻഡ് ചെയ്യുന്നില്ല. ദർ ഇസ് എ പ്രിസൈസ്ഡ് ആക്ഷൻ ബിഹൈൻഡ് ദാറ്റ്.
യേശു കർത്താവിൻ്റെ നോട്ടം, യേശു കർത്താവിൻ്റെ സംസാരം, യേശു കർത്താവിൻ്റെ ജസ്റ്റിസ്, ആക്ഷൻ, എല്ലാത്തിനും മേൽ കാര്യമുണ്ട്. യേശു പറയുകയാണ് യു ഷുഡ് ഗോ ടു ഗലീല, അല്ലേ? യേശു പലവട്ടം പറഞ്ഞു. ഇത് നിങ്ങൾ മത്തായി സുവിശേഷം വായിക്കുവാണെങ്കിൽ മത്തായി സുവിശേഷം 22 അവസാന അധ്യായത്തിൻ്റെ 7 വാക്യത്തിലുണ്ട്. അന്ന് വായിച്ചേ, 28:7. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവിൻ. അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. യേശു കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അതെല്ലാം നമ്മൾ എടുക്കാനുള്ള സമയമില്ല. നിങ്ങൾക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു യേശു പറഞ്ഞതാണ് ഗലീലയ്ക്ക് പോകണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്നെ വിശ്വാസം. ഇനിയും മത്തായി സുവിശേഷം 22 അധ്യായമാണ് ക്ലോസിംഗ് ചാപ്റ്റേഴ്സ്. അതിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ 16 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേട്ടെ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി. ശ്രദ്ധിച്ചേ, എന്നാൽ 11 ശിഷ്യന്മാർ യഹൂദിയിലല്ല, ശമര്യയിലല്ല, ഇവൻ ഗലീലയിലുമല്ല. അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. ഗലീലയിൽ അവരോട് കൽപ്പിച്ചിരുന്ന ഒരു സ്പോട്ടിലേക്ക് പോയി. അപ്പോൾ ഏതെങ്കിലും ഒരു മലയിലേക്ക് പോയെന്നല്ല. ഈ ഒരു രഹസ്യം മനസ്സിലാക്കണോ? ഈ മല ഏതാണെന്ന് ഒരിക്കൽ പോലും ബൈബിൾ റിവീൽ ചെയ്യുന്നില്ല. Isn't it something strange? Praise God. എന്നാൽ 100 മൈൽ പോകാൻ പറയുന്നുണ്ട്. ഹലോ, പിതാവായ അബ്രഹാമിനെ, അല്ല പിതാവാകുവാനിരിക്കുന്ന അബ്രഹാമിനെ കർത്താവ് ഇറാനിൽ നിന്ന് വിളിച്ചു, ഇസ്രായേലിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക എന്നാ പറഞ്ഞത്. പക്ഷെ എന്താ ഈ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് വിടാഞ്ഞ്? എന്തുകൊണ്ടാണ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിടാഞ്ഞത്? എന്തുകൊണ്ടാണ് കാണിപ്പാനിരിക്കുന്ന ദേശം പാകിസ്ഥാനായി പോകാഞ്ഞത്? എനി ആൻസർ? ദൈവം ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ദേശമാണ് ഇസ്രയേൽ. ആണോ? വെറുതെ ഇരിക്കുന്നു. ദൈവം തൻ്റെ കൂടാരം പണിയാനിരിക്കുന്നത് പാകിസ്ഥാനിലല്ല, ഇന്ത്യയിലല്ല, ഇസ്രയേലിലാണ്. അതുകൊണ്ട് അവിടേക്ക് വിട്ടത്. കാണിപ്പാനിരിക്കുന്ന ദേശമൊന്നുമല്ല, ഇസ്രയേൽ തന്നെയാണ്. പക്ഷെ അങ്ങനെ റിവീൽ ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളോട് പറഞ്ഞ മലയ്ക്ക് പോകുന്ന ആ മല, ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. അത് ഏതെങ്കിലും ഒരു മലയല്ല. ഇനി ആ മലയിൽ എന്താ സംഭവിച്ചത്? 16 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മത്തായി സുവിശേഷം അവരവിടെ എത്തി. യേശുവിനെ കണ്ടപ്പോൾ അവനെ ആരാധിച്ചു. അതിൽ തന്നെ ചിലർ സംശയിച്ചു, സ്വാഭാവികം. യേശു അങ്ങോട്ട് അടുത്ത് ചെന്ന് യെസ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അറിയിച്ചു. അപ്പൊ വെളിപ്പെടുത്താത്ത ഈ ലൊക്കേഷന്റെ പ്രാധാന്യം പിടിയോ? ഇതാണ് ദ അൾട്ടിമേറ്റ് കമ്മീഷൻ. ദൈവം യേശു കർത്താവ് മുഖാന്തരം മനുഷ്യർക്ക് കൊടുത്ത അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കമ്മീഷൻ നടന്ന ഈ സ്ഥലത്താണ്. നിങ്ങൾക്കറിയാമോ, ഒരു കൺവെൻഷൻ പോലെ അല്ല ഒരു കോൺഫറൻസ് പോലെയല്ല ഒരു കൗൺസിൽ കൂടുന്നത്. കൗൺസിൽ പോലെയല്ല അതിൻ്റെ ഹയസ്റ്റ് ബോഡി, ഡിസിഷൻ മേക്കിംഗ് ബോഡി ഒരു കൂട്ടം കൂടുന്നത്. എപ്പോഴും ദ മോസ്റ്റ് സീക്രട്ട്, മോസ്റ്റ് ഡിസ്ക്രീറ്റഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോപ്പ് മോസ്റ്റ് ബോഡി കൂടുമ്പോഴാണ്. റൈറ്റ്? അതുകൊണ്ട് ഇത് ഡിസ്ക്രീറ്റ് ആക്കി വെച്ചേക്കുന്നത്. ഇത് ടോപ്പ് മോസ്റ്റ് ബോഡിയാണ്, ഇത് ടോപ്പ് മോസ്റ്റ് മിഷനാണ്, ഇത് ടോപ്പ് മോസ്റ്റ് വിഷനാണ്. ഇതാണ് ഗ്രേറ്റ് കമ്മീഷൻ. അമ്മ പലരും പ്രസംഗം പറയാറുണ്ട്, ഇത് ഒലൂമലയിലാണ് സംഭവം. ഒലൂമലയിലൊന്നും സംഭവിച്ചത്, ഒലൂമലയിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. ദാറ്റ്സ് റൈറ്റ്. ആമേൻ. അവിടേക്ക് കർത്താവ് വീണ്ടും വരുന്നു. ദാറ്റ്സ് റൈറ്റ്. പക്ഷേ ഈ മല അൺറിവീൽഡ് മലയാണ്. ഗ്ലോറി. ആത്മാവിൽ പറയുന്നു, സഭായോഗവും പബ്ലിക് ലൈഫും മാത്രം പോരാ, ചില അൺറിവീൽഡ് പ്രൈവറ്റ് ഡിസ്ക്രീറ്റ് സീക്രട്ട് മൗണ്ടൻസ് നിങ്ങൾക്കുണ്ടാകണം. അവിടെയാണ് ദൈവം കമ്മീഷൻ കൈമാറുന്നത്. ഗ്ലോറി. ഒരു ചർച്ചിന് വേണ്ട എന്താ?
ആംബിയൻസ് ആണോ, മ്യൂസിക് സിസ്റ്റം ആണോ, നല്ല വർഷിപ്പ് ലീഡേഴ്സ് ആണോ, നല്ലൊരു പ്രീച്ചറാണോ? നോ 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 നോ. നിങ്ങൾക്ക് വേണ്ടത് ആ സീക്രട്ട് മൗണ്ടൻ ആണ്, ആ അനുഭവമാണ്. ബോധ്യം അവിടുന്നാണ് വരുന്നത്. ദ ബോൾഡ്നെസ്, ദ കോൺഫിഡൻസ് യു നീഡ് കംസ് ഫ്രം ദെയർ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് ഒന്ന് കണ്ണടച്ച് ആഗ്രഹിച്ച കർത്താവ്, എനിക്കൊരു സീക്രട്ട്, എനിക്കൊരു രഹസ്യം, എനിക്കും ആർക്കും വെളിപ്പെടുത്താതെ ഒരു പർവ്വതം, ഒരു ആത്മീക പർവ്വതം എവിടെ? അവിടെ അങ്ങ് എ ഗ്രേറ്റ് കമ്മീഷൻ കൈമാറേണ്ടതിന്, എന്നോട് ഞങ്ങളുടെ പദ്ധതികൾ കൈമാറേണ്ടതിന് ഒരു ഗ്രേറ്റ് കമ്മീഷൻ മൗണ്ടൻ എനിക്ക് നൽകണമേ കർത്താവേ. സ്തോത്രം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ഭൂമിയിലൊക്കെ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം. അപ്പോൾ സംതിങ് റിലേറ്റഡ് വിത്ത് പവർ. ഈ പർവ്വതം പവർ കൈമാറുന്ന പർവ്വതമാണ്. ദൈവത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ അധികാരം കൈമാറുന്ന പർവ്വതമായി പർവ്വതം. പ്രൈസ് ഗോഡ്. എല്ലാവരും പബ്ലിക്കലി വലിയ അഭിഷിക്തന്മാർ വരുമ്പോൾ ഓടി അവരുടെ കൈവപ്പ് വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഒത്തിരി ചവിട്ടിക്കൊണ്ടുള്ളതാണ്. ഒരുമാതിരിപ്പെട്ട ദൈവവൃത്തിമാരൊക്കെ എൻ്റെ തലത്തിൽ കൈവച്ചിട്ടുമുണ്ട്. ഞാനതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി എടുത്ത പ്രയത്നം ഒരിക്കലും നിഷ്ഫലമല്ല. പക്ഷേ പവർ, അധികാരം, ശക്തി കൈമാറ്റം ചെയ്യുന്ന ചില രഹസ്യ പർവ്വതങ്ങളുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. നമ്മുടെ പരസ്യ ജീവിതമല്ല, അതിനേക്കാൾ നമുക്ക് ശക്തി പകരുന്നത് രഹസ്യ ജീവിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് പരസ്യ ജീവിതം മാത്രമേ ഉള്ളൂ, രഹസ്യ ജീവിതമില്ല. ഉള്ളി പൊളിച്ചതുപോലെ എന്ന് നമ്മുടെ നാട്ടിൽ പറയും. എന്ന് പറഞ്ഞാൽ പൊളിച്ച് 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 ഉൾക്കാമ്പിൽ ചെന്നാലും അത് വീണ്ടും പൊളിക്കാം, പിന്നെ ഒന്നുമില്ല. Everything is public. No, you must have some discreet, secret, private life. ഇത് പബ്ലിക് അല്ല. ഇത് യേശുവിനും താനുമായി സോൾ ടൈ ചെയ്ത ഈ ശിഷ്യന്മാർക്ക് മാത്രമുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ചിലർ മറ്റുള്ളവരെക്കാൾ പവർഫുള്ളായി കാണുന്നത്? എന്താണ് ചിലർ മറ്റുള്ളവരെക്കാൾ ബ്യൂട്ടിഫുള്ളായി, സ്വീറ്റായി കാണുന്നത്? നമുക്ക് ഡിസൈറബിളായി കാണുന്നത്? അവർക്കൊരു സീക്രട്ട് ലൈഫുണ്ട് ക്രിസ്തുവുമായിട്ട്. പ്രൈസ് ഗോഡ്. വിൽ യു ഡിസയർ ദാറ്റ്? നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ ദാവീദ് പറഞ്ഞത്? രാജാതി രാജാവായി സകല ദേശവും അടക്കി, കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് മുഴുവൻ അടക്കി, മൂലസ്ഥാനങ്ങളെല്ലാം കരസ്ഥമാക്കി, എല്ലാ ശത്രുക്കളും ഇപ്പോൾ കാൽക്കൽ വന്ന് കുമ്പിട്ട് കപ്പം കൊടുത്ത്, ദശാംശം കൊടുത്ത്, സ്വർണം കൊണ്ടുവന്ന് ആ ദാവീദിനെ ആരാധിക്കുന്ന സമയത്ത് ദാവീദ് പറയാ, ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, അതെന്നെ ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് അങ്ങയോട് ചേർന്നൊരു സീക്രട്ട് ലൈഫ് വേണം. ഇതാണ് വിജയം, ഇതാണ് വിജയരഹസ്യം. ഹല്ലേലൂയ. വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിന്റെ സീക്രട്ട് ലൈഫ് ആരംഭിക്കട്ടെ. നീ നിന്റെ റൂമിൻ്റെ അകത്ത് കയറി കഥ അടയ്ക്കുമ്പോൾ നിന്റെ സീക്രട്ട് ലൈഫ് ആരംഭിക്കട്ടെ. കർത്താവിനോട് കരയാനും പറയാനും ചിരിക്കാനും, അതെ സൊറോ പറയാനും, അതെ അല്പം പള്ളു പറയാനും ഒക്കെ കഴിയുന്ന ഒരു സീക്രട്ട് ലൈഫ് ക്രിസ്തുവുമായിട്ട് നിനക്കുണ്ടെങ്കിൽ അവിടെ ഹൃദയം എക്സ്ചേഞ്ച് ചെയ്യപ്പെടും, അവിടെ മനസ്സ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും, അവിടെ കമ്മീഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും, അവിടെ മിഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. അവിടെയാണ് യഹോവയുടെ വിഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുക. നമുക്കറിയാം, വിശുദ്ധ മത്തായി സുവിശേഷവും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷവും ചേർന്ന് വായിച്ച് ഇതെല്ലാം ഒരു കഥയാകൊണ്ട് പലതും പലയിടത്തും ഒരുപോലെ കിടപ്പുണ്ട്. 10-9 അധ്യായങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു ഗ്രേറ്റ് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ കാണുന്നുണ്ട്. ആ കമ്മീഷൻ എന്താണ്? നിങ്ങൾ പോവുക, നിങ്ങൾ ദൈവരാജ്യം പ്രഘോഷിക്കുക, നിങ്ങൾ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, രോഗികളെ സൗഖ്യമാക്കുക, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കുക, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചതെല്ലാം സൗജന്യമായി കൊടുക്കുക. ഈ കമ്മീഷൻ തന്നെയാണ് ഇവിടെയും. പക്ഷെ വ്യത്യാസം ഇത്രേ ഉള്ളൂ, അത് യഹൂദന്മാരോട് മാത്രമുള്ളതാണ്, ഇതെല്ലാവരോടുമുള്ളതാണ്. That's why this became great commission. Amen. സംഭവം തന്നെയാ. സ്തോത്രം, 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 സ്തോത്രം.
അതിനായിട്ട് ആ ശൗത്തിൽ നിങ്ങൾക്ക് അന്തിമ കൊയ്ത്തിന് വേണ്ടി ഒരു വലിയ പരിശുദ്ധാത്മ ശക്തി തന്നത്. കൊയ്ത്തിൻ്റെ യജമാനൻ വന്നത് വലിയ കൊയ്ത്തിന് വേണ്ടിയാണ്. ശൗത്തിൽ വലിയ കൊയ്ത്താണ്. സകല കൊയ്ത്തും തീരുന്നത് ശൗത്തിലാണ്. അത്തിയും ഒലുവും മാതളവും സ്തോത്രം, പിന്നെന്തൊക്കെയാ, ഗോതമ്പും യവവും, നിങ്ങൾ നെയ്മ് ഇറ്റ്, ഇസ്രയേലിലുള്ള സകല കൊയ്ത്തും കൊണ്ടുവന്ന് യഹോവയുടെ മുമ്പാകെ അർപ്പിക്കുന്ന പകലാണ് ശൗത്ത്, പെന്തക്കോസ്തിന്റെ പകൽ. അന്നാണ് 16 രാജ്യക്കാരെ കർത്താവ് ചേർത്തത്. അല്ലെങ്കിൽ 70 രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന 16 രാജ്യക്കാരെ കർത്താവ് കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകിയത് കൊയ്ത്തിന്റെ യജമാനന്റെ ഒരു പകർച്ച പകർന്നത് ഒരു വലിയ കൊയ്ത്തിന് വേണ്ടിയാണ്. സ്തോത്രം. നീ അല്പം കൂടി പുറകോട്ട് വായിച്ചാൽ മത്തായി മർക്കോസ് 6 ഒന്നെടുത്ത്, മർക്കോസ് 6 ഒന്നെടുത്ത്, മത്തായി 17 ഒന്നെടുത്ത്, മാത്യു 17, മാർക്ക് ചാപ്റ്റർ 6 1 onwards. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃനഗരത്തിൽ ചെന്നു. അല്ല, അത് മർക്കോസ് 6 ആണോ? മത്തായി 17 ഒന്നെടുത്ത്. 6 ദിവസം കഴിഞ്ഞ ശേഷം പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക്, മറ്റൊരു ഡിസ്ക്രീറ്റഡ് മൗണ്ടൻ, വെളിപ്പെടുത്താത്തൊരു മൗണ്ടൻ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക്. അതായത് 72 പേരെയാണ് ആദ്യം കർത്താവ് അയച്ചത്. അവരെ കൂട്ടിയിട്ടില്ല. ഹലോ, 12 പേരെ കർത്താവ് തന്നോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചു. അവരെ കൂട്ടിയിട്ടില്ല. 72 പേരിൽ നിന്ന് 12 പേരെയും 12 പേരിൽ നിന്ന് വെറും 3 പേരെയും തനിച്ച്, അവരുടെ ഭാര്യയില്ല, സഹോദരനില്ല, എല്ലാം മാറ്റിയിട്ട് തനിച്ചൊരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്തോത്രം. ട്രഡീഷണലി ഈ മല ഗലീലെ യോർദാന്റെ പടിഞ്ഞാറുള്ള താബോർ മലയാണെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ട്രഡീഷണലി ഞങ്ങൾ ആ മലയുടെ സൈഡ് വഴി ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. കാണാൻ കൊള്ളാവുന്നൊരു മലയാണ്. പക്ഷേ താബോർ മല ഒത്തിരി ഹൈറ്റുള്ള മലയല്ല. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഉയർന്ന മലകളിലൊന്നല്ല താബോർ. ഇവിടെ എന്തോ ഒരു രഹസ്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? വായിച്ചേ. അവരുടെ മുമ്പാകെ അവൻ എന്താകാൻ പോകുന്നു എന്ന് ആകുന്നതിന് മുമ്പേ അവർക്ക് വെളിപ്പെടുത്തി. ഇത് സംതിങ് ഹൈ. ഇത് ഹയസ്റ്റ് പ്രൊഫൈലാണിത്. ഇതിൻ്റെ പ്രോട്ടോക്കോളും പോർട്ട്ഫോളിയോയും ഒക്കെ വലിയ ഹൈ ആണ്. ആമേൻ. അതുകൊണ്ട് എല്ലാവരെയും കൂട്ടാൻ ഒരു ഹല്ലേലൂയ പറഞ്ഞ്. സ്തോത്രം, 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 സ്തോത്രം. ആൾപ്പെരുപ്പമുള്ളിടത്തെല്ലാം നടക്കണമെന്നൊന്നുമില്ല. ചില രഹസ്യങ്ങളിലാണ് കാര്യം നടക്കുന്നത്. യാബോക്കിൽ യാക്കോബും ദൈവവും മാത്രം. ലിയ ഇല്ല, സ്നേഹിച്ച റാഹേലില്ല, മൂത്ത റൂബനില്ല, ഒരുത്തനുമില്ല. എല്ലാവരെയും അക്കരെ കടത്തിയിട്ട് ഒരു ഹൈ പ്രൊഫൈൽ മീറ്റിംഗ്. ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കട്ടെ, പെന്തക്കോസ്ത് കഴിഞ്ഞ് 2-3 ആഴ്ചയായിട്ടുള്ളൂ. നിങ്ങൾ വീട്ടിൽ ഇതിനു വേണ്ടി ഒന്ന് സമയം വേർതിരിച്ച്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന കാറിൽ സീരിയസ് ആയി ഇതിനു വേണ്ടി ഒന്ന് സമയം വേർതിരിച്ച്, നിങ്ങൾക്കൊരു ഗ്രേറ്റ് കമ്മീഷൻ, നിങ്ങൾക്ക് ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് കമ്മീഷൻസ് ലഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നിട്ടൊന്ന് വേല ചെയ്തേ. പ്രതികൂല പരത്തിലൊന്നൊന്നുമല്ല, പൈസ ധാരാളം വരുമെന്നൊന്നുമല്ല, അപ്രതികൂലത്തെ ജയിക്കാനുള്ളൊരു ബോൾഡ്നെസ് വരും. ആമേൻ. നിങ്ങൾക്ക് സുവിശേഷ വിലയ്ക്ക് വേണ്ട എന്താണ്? ക്രിസ്തുവാണ്. നത്തിങ് മോർ, നത്തിങ് ലെസ്. ഒരാമീൻ ഞാൻ പ്രതീക്ഷിച്ചു. ആമേൻ. ഇവിടെ എന്ത് സംഭവിച്ചു? താൻ അവരുടെ മുമ്പാകെ വെളിപ്പെട്ടു. അവന്റെ മുഖം. ആരുടെ മുഖം? യേശുവിന്റെ മുഖം. സൂര്യൻ ഉദിച്ചു നിൽക്കുക മുകളിൽ. യേശുവിന്റെ മുഖം ആ തേജസ്സിനേക്കാൾ പ്രകാശിച്ചു. എന്തിനാ കർത്താവ് അങ്ങനെ എഴുതിയേക്കുന്നത്? എന്തിനാ കർത്താവ് അങ്ങനെ പ്രകാശിപ്പിച്ചത്? വചനം. വചനത്തിന്റെ വെളിപ്പാട് ശ്രദ്ധിച്ചേ. ഭൂമിയിൽ ഏറ്റവും അധികം തേജസ്സുള്ളത് സൂര്യനാണ്.
നീ വിളിക്കുന്ന, നീ സേവിക്കുന്ന, നീ ആരാധിക്കുന്ന നിന്റെ രക്ഷകനാകുന്ന, നിന്റെ വിടുതലിൻ്റെ ദായകനാകുന്ന, നിന്റെ സൗഖ്യദായകനാകുന്ന നിന്റെ കർത്താവിൻ്റെ തേജസ് ഈ ഭൂമിയിൽ നിന്നെ രക്ഷിക്കാമെന്ന് പറയുന്ന എന്തിനേക്കാളും, നിന്നെ ഉയർത്താമെന്ന് പറയുന്ന എന്തിനേക്കാളും, നിന്നെ താങ്ങാമെന്ന് പറയുന്ന എന്തിനേക്കാളും, നിന്നെ സൗഖ്യമാക്കാമെന്ന് പറയുന്ന എന്തിനേക്കാളും ഉയർന്നതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിന്നെ ഇന്ന് താങ്ങുന്നവർ നാളെ ഇട്ടേച്ച് പോയെന്ന് വരും. ഇന്ന് നിനക്ക് ഫലിക്കുന്ന പാരസിറ്റമോൾ നാളെ ഫലിക്കാതെ വരും. ഇന്ന് നിനക്ക് ഫലിക്കുന്ന ഇൻസുലിനും പെൻസുലിനും നാളെ ഫലിക്കാതെ വരും. പക്ഷേ ഇന്ന് നീ എടുക്കുന്ന വാക്സിൻ നാളെ ഫലിച്ചില്ലെന്ന് വരും. ഇന്ന് നിനക്ക് ജോലി തന്നവർ നാളെ ടെർമിനേറ്റ് ചെയ്തെന്ന് വരും. പക്ഷെ ഒരിക്കലും തേജസ് വറ്റാത്ത ഒരു കർത്താവിനെയാ നീ സേവിക്കുന്നതെന്ന് നിന്റെ കമ്മീഷന് മുമ്പേ നീ അറിയണം. കാരണം സഫർ ചെയ്യാൻ പോവാ, അടിക്കപ്പെടാൻ പോവാ, തകർക്കപ്പെടാൻ പോവാ, ചീന്തപ്പെടാൻ പോവാ, മരിക്കാൻ പോവാ, അടക്കപ്പെടാൻ പോവാ. അപ്പൊ പിടിച്ചു നിൽക്കണം. ആമേൻ. സുവിശേഷ വേലയിലെ സഫറിങ്ങിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തേജസ്സേറിയ അവൻ്റെ മുഖം ഒരു പ്രാവശ്യം കണ്ടാൽ മതി. ഒരു പ്രാവശ്യം കണ്ടാൽ മതി. 2 കാണണ്ട, 1 കാണണ്ട. അവനുമായൊരു കൺഫ്രണ്ടേഷൻ, അവനുമായൊരു എൻകൗണ്ടർ, അവനുമായൊരു ഡിസ്ക്രീറ്റ് എൻകൗണ്ടർ. സ്വർഗത്തേക്കാൾ സുന്ദരനെ, പ്ലീസ്, സൂര്യനേക്കാൾ ശോഭിതനെ, സ്വർഗത്തേക്കാൾ സുന്ദരനെ, സൂര്യനേക്കാൾ ശോഭിതനെ, വെണ്ണിഴലാ ആക്കിയെന്നെ, ആശ്ചര്യമേ ഇത് ആശ്ചര്യമേ, ആരാധന ആത്മനാഥനെ, ആരാധന യേശുനാഥനെ. You're going to serve the highest office. You're going to serve the highest person in the world. Amen. ഈ ലോകത്തുള്ള ഏത് പദവിയേക്കാളും, ഈ ലോകത്തുള്ള ഏത് അധികാരത്തെക്കാളും, ഈ ലോകത്തുള്ള ഏത് ഗവൺമെന്റിനേക്കാളും ഉയർന്ന ഒന്നിനെയാണ് നീ കമ്മീഷൻ പ്രാപിച്ചപ്പോൾ സേവിക്കുവാനായി തീരുമാനിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, റീഡ് ഓൺ. മാത്യു 17. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അപ്പൊ മുഖം മാത്രമുള്ള വസ്ത്രം കൂടെ അങ്ങ് എടുത്തു. മോശയും ഏലിയാവും അവനോട് സംഭാഷിച്ചതായി അവർ കണ്ടു. മോശയും ഏലിയാവും ഇറങ്ങി വന്നു. എന്താണ് ഈ മോശയും ഏലിയാവും? പല മീനിങ്സ്, ഡെഫിനിഷൻസ്, എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും മോശയാണ് പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ നേതാവ്, മെശിഹ, കർത്താവ്. മോശ മുഖാന്തരമാണ് ന്യായപ്രമാണം മുഴുവനും വന്നത്. The written word of God is Moses. What is Elijah? ഏലിയാവാണ് പ്രവാചകരിൽ ശ്രേഷ്ഠൻ. The spoken word of God. Amen. റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ആകുന്ന ലോഗോസും സ്പോക്കൺ വേർഡ് ഓഫ് ആകുന്ന റീമയും കൂടെ ഒരുമിച്ച് ചേരുകയാണ്. എന്തിന്? ദ വേർഡ് ഓഫ് ഗോഡ് ദാറ്റ് ബിക്കം ഫ്ലഷ്. മാംസമായ ദൈവശബ്ദമായ ദൈവവചനമായ ക്രിസ്തുവിന് മുന്നോട്ട് വഴി കാണിക്കപ്പെടുകയാണ്. ആമേൻ. യേശു കർത്താവിന് 2 പ്രാർത്ഥനകൾ. ഒന്ന്, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. മറുപടി ലഭിച്ചില്ല. 2ാമത്തെ പ്രാർത്ഥന, എലായ് എലായ് ലമാ ശബത്ഖാനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ
ഇതേ പോർഷൻ നിങ്ങൾ ലൂക്കോസിൽ വായിച്ചാൽ, എനിക്കത് ലൂക്കോസ് 9 മറ്റോ ആണ് പാരലൽ പാസേജ്. ആ 4 എടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ലൂക്കോസിൽ ഇതേ കാര്യമുണ്ട്. മോശയും ഏലിയാവും ചുമ്മാ അത് ഒരു തമാശന് വന്നാണോ? മോശയും ഏലിയാവും അല്പസമയം ഗ്യാപ്പ് കിട്ടി സ്വർഗത്തിൽ, എന്നാൽ പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ച് പോയതാണോ? അതും ആരോട് സമ്മേളിക്കാനാണ് പോയത്? യേശുവിനോട് സമ്മേളിക്കാനാണ് പോയത്. സ്തോത്രം. മോശയും ഏലിയാവും യേശുവുമായി കൂട്ടായ്മ ആചരിക്കാൻ ഇറങ്ങി വരികയാണ്. സ്തോത്രം. യേശു കർത്താവ് മോശയും ഏലിയാവുമായി കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദ ഓൾ റിട്ടൺ വേർഡ് ആൻഡ് ദ ഓൾ സ്പോക്കൺ വേർഡ്. യേശു എന്ന വചനം എഴുതപ്പെട്ട മുഴുവചനത്തോടും പറയപ്പെട്ട മുഴുവചനത്തോടും കൂട്ടായ്മ ആചരിക്കുക. എന്താണ് അവർ സംസാരിച്ച് കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? ലൂക്കോസിൽ കിട്ടിയോ? ആ അപ്പോൾ പ്രവാചകനായ ഏലിയാവും നായകനായ മോശയും എന്ന് എന്താ പ്രസംഗിച്ചേ? എന്താ കൂട്ടായ്മ ആചരിച്ച് പറഞ്ഞേ? യേശു കർത്താവിൻ്റെ നിര്യാണത്തെക്കുറിച്ച്. മരണം എങ്ങനെയായിരിക്കും, മരണത്തിൽ എങ്ങനെയായിരിക്കും. ഇതിൻ്റെ ബ്യൂട്ടിഫുൾ. ഹലോ, എന്തുകൊണ്ടാണ് നിനക്ക് ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്ത അറിയോ? മറുപടി ഓൾറെഡി വന്നോണ്ടാ. മനസ്സിലായില്ല? നിനക്ക് മറുപടി കിട്ടാത്ത വിഷയത്തിൻ്റെ മറുപടി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ ഇവനെ കൈവിട്ടത്, കുഞ്ഞെ കൈവിട്ടതല്ല. മോശ വന്ന് പറഞ്ഞായിരുന്നു കാര്യം മുഴുവനും. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഏലിയ വന്ന് കാര്യം പറഞ്ഞായിരുന്നു. ദൈവമേ, ഈ പാനപാത്രങ്ങൾ നീക്കണമേ. മോശ വന്ന് കാര്യം പറഞ്ഞായിരുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. നിന്നെ പിശാച് കളിപ്പിക്കുന്ന അറിയോ? നിന്നെ കർത്താവിന് വേണ്ട, അതുകൊണ്ടാണ് മറുപടി തരാത്തത്. നോ, അവൻ ഓൾറെഡി മറുപടി തന്നിട്ടുണ്ട്. When you do not have the word of God as a spoken one, you have the word of God as a written one. നിനക്ക് പറയപ്പെട്ട വചനമായ, നിനക്ക് വേണ്ടിയ വചനം കിട്ടാതിരിക്കുമ്പോൾ, തെളിയാതിരിക്കുമ്പോൾ, നിനക്ക് എഴുതപ്പെട്ട വചനം തെളിഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന് അങ്ങനെ ആയിരുന്നെന്ന്. സ്തോത്രം, 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 സ്തോത്രം. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഉയർന്ന മലയിൽ ഹൈ പ്രൊഫൈൽ, ദ മോസ്റ്റ് സീക്രട്ട് എക്സിക്യൂട്ടീവ്സ് നടക്കുകയാണ്. അവിടെയാണ് പത്രോസിന് ചാൻസ് കിട്ടിയത്, അവിടെയാണ് യോഹന്നാന് ചാൻസ് കിട്ടിയത്, അവിടെയാണ് യാക്കോബിന് ചാൻസ് കിട്ടിയത്. അതിഗംഭീരമായ അതിപ്രാധാന്യമുള്ള ഒരു എക്സിക്യൂട്ടീവ് ബോഡി നടക്കുകയാണ്. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. പക്ഷെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ പലപ്പോഴും ഇങ്ങനെ മിസ് ചെയ്യാറുണ്ട്. ആർ വി ദേർ? യെസ്. ബട്ട് റിയലി ആർ വി ദേർ? നോട്ട്. ഡിഡ് യു ഗെറ്റ് ദ മെസ്സേജ്? യെസ്. ഡിഡ് യു ഗെറ്റ് ദ പോയിന്റ്? നോ. ആർ യു ദേർ ഇൻ ദ സെർമൺ? യെസ്. ഡിഡ് യു ഗെറ്റ് ദാറ്റ് വാട്ട് ഗോഡ് സ്പീക്ക് ടു യു? നോ. ആർ യു ഗെറ്റിംഗ് വാട്ട് ഐ ആം സേയിങ്? അപ്പോൾ ഇത് ഹൈ പ്രൊഫൈൽ നടന്നൊരു ലൊക്കേഷനാണ്. മറുരൂപമലയുടെ ലൊക്കേഷനും ഗലീലയിലെ ഉയർന്ന മലയും ഒന്നാകാനാണ് 1500% സാധ്യത. കാരണം രണ്ടും വെളിപ്പെടുത്താത്തത് കൊണ്ട് അതൊന്നാണെന്ന് ഞാൻ എത്ര പറഞ്ഞാലും ഒരു സംശയം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, സാധ്യത. ആമേൻ. കാരണം ഇതാണ് സീക്രട്ട് ചേംബർ, ഇതാണ് ഹൈ പ്രൊഫൈൽ മീറ്റിംഗ് കൂടുന്ന സ്ഥലം. ഗ്ലോറി, ഗ്ലോറി. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സംഭവിക്കുന്ന സ്ഥലം. യേശു കർത്താവ് 72 പേരെ അയച്ചപ്പോൾ ഇവിടെ അല്ല പറഞ്ഞത്. ഇത് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. പോകുവിൻ, പ്രഘോഷിപ്പീൻ, സൗഖ്യമാക്കുവിൻ, ശുദ്ധമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, ഇതന്നെ പറഞ്ഞ്. പക്ഷെ അത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളത്. അതൊരു ക്ലോസ് കമ്മ്യൂണിറ്റി മിഷനാണ്. ഇത് ഗ്രേറ്റ് കമ്മ്യൂണിറ്റി മിഷനാണ്. ആമേൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇനി നമ്മൾ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വന്നേ. മാത്യു ചാപ്റ്റർ 16, അതിൻ്റെ ഒരു 2-3 വാക്യം വിട്ടൊന്ന് വായിച്ചേ.
ഒരു 5-6 വാക്യം കൂടി വിട്ടേരെ. ഒരു 12 മുതൽ വായിച്ചേ. അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും. അതുമല്ല. മത്തായി 16 ആണോ? വായിച്ചു. യേശു ഫിലിപ്പിന്റെ കൈസരിലെത്തിയപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോടെന്നല്ല, അവനോട്, ബർയോനായ ശിമയോനെ, നമുക്കിതിൽ അറിയാവുന്ന ഭാഗമാണ്, വായിച്ചോളൂ. ദൈവം പണിയാൻ പോകുന്ന, അല്ല ദൈവം ആദാം മുഖാന്തരം പണിയാൻ ആഗ്രഹിച്ചൊരു പണി കൃത്യമായി അവിടെ റിവീലാവുകയാണ്. ഇതും ഒരു സീക്രട്ട് പ്ലേസ് ആണ്. ഫിലിപ്പിന്റെ കൈസരി എന്ന് പറഞ്ഞ ഒരു വലിയ ഭൂപ്രദേശമാണ്. അവിടെ യേശുവും 12 ശിഷ്യന്മാർ നിന്നാൽ ഒരു കടുകുമണി പോലും വരത്തില്ല. ഇതൊരു ലൊക്കേഷനാണ്. അടുത്ത വായിച്ചേ. വെളിപ്പാട് കിട്ടിയ ഒരു ലൊക്കേഷൻ, ഉയർന്ന. അടുത്തത്, പാതാള ഗോപുരങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിയാത്ത സീക്രട്സ് കൈമാറുന്ന ഒരു ലൊക്കേഷൻ. അടുത്തത്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞ വചനത്തിന്റെ റെവലേഷൻ കൈമാറുന്ന ഒരു സ്ഥലം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഭൂമിയിലെ ഒരു സ്റ്റോർ റൂമിന്റെ അല്ല, സ്വർഗരാജ്യത്തിൽ സകലതുമുണ്ട്. There lies God, there lies the inheritance of God. ഭൂമിയൊന്നുമല്ല, അതിലെ താക്കോൽ കൈമാറുന്ന ഒരു സീക്രട്ട് ലൊക്കേഷൻ. അടുത്തത്, നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടത്തക്കവണ്ണമുള്ള അധികാരം, അത് കൈമാറുന്ന ഒരു ലൊക്കേഷൻ. അടുത്തത്, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടാൻ അധികാരം നൽകുന്ന ഒരു ലൊക്കേഷൻ. Isn't it desirable? ഇത് നമ്മൾ ആഗ്രഹിക്കത്തക്കവയല്ലേ? സ്വോത്രം, ഗ്ലോറി. നിങ്ങൾക്കറിയാമോ, ദാവീദ് പല കാര്യങ്ങൾ അഴിച്ചിട്ടുണ്ട്. അതിർത്തി മാറ്റരുതെന്ന് എഴുതിയ അഭിഷിക്തന്റെ ആ വചനത്തെ ഓവർ റൂൾ ചെയ്ത ആളാണ് ദാവീദ്. കയറരുതെന്ന് പറഞ്ഞിടത്ത് കയറിയ പുള്ളിയാ, തൊട്ടരുതെന്ന് പറഞ്ഞിടത്ത് തൊട്ട പുള്ളിയാ, തിന്നരുതെന്ന് പറഞ്ഞ് തിന്ന പുള്ളിയാ, കുടിക്കരുതെന്ന് പറഞ്ഞ് കുടിച്ച പുള്ളിയാ. പക്ഷെ കർത്താവിന് ഒരു പ്രശ്നമില്ല. ദാവീദിനുള്ള ബന്ധത്തിൽ കർത്താവിന് വല്ല പാർഷ്യാലിറ്റി വല്ലതും ഉണ്ടോ? ഇതെന്താണെന്നറിയാമോ? ഒരിക്കലെ അക്ബർ ബീർബൽ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് അക്ബർ ചക്രവർത്തി വിചാരിച്ചു ബീർബലിനെ ഒന്ന് കളിപ്പിക്കാൻ വിചാരിച്ചു. ഒരിക്കൽ അക്ബർ സിംഹാസനത്തിരുന്ന് ബീർബലിനോട് ചോദ്യം, സകല ബുദ്ധിമാന്മാരോടൊരു ചോദ്യം. ഇന്നലെ ഒരു ശുംഭൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ മീശയിൽ 2 വലിച്ചു പറിച്ചു. ഞാൻ അവന് എന്ത് ശിക്ഷ കൊടുക്കണം? വലിയൊരു ഭയങ്കര ബഹളം. അവൻ അത് കൊടുക്കണം, 36 അടി കൊടുക്കണം, 43 ചാട്ടവാറിൻ്റെ അടിക്കണം, ശൂലം കുത്തി കയറ്റണം, ഭയങ്കര ബഹളം. ബീർബൽ മിണ്ടാതിരിക്കുക. അപ്പോൾ അക്ബറിനങ്ങ് ഈ പുള്ളി എന്തെങ്കിലും പറയണം, അത് അബദ്ധമാകണമെന്ന് ചിന്തയില്ല പുള്ളി ഇരിക്കുന്നു. ഈ പുള്ളി ഒന്നും പറയുന്നില്ല. ഇവിടെ ബീർബലിൻ്റെ അടുത്ത് ബീർബൽ പറഞ്ഞു, അവനെ കെട്ടിപ്പിടിച്ചാൽ ചുമ്മ കൊടുക്കുന്നത്. അക്ബർ ചോദിച്ചു, വൈ? അങ്ങയുടെ മീൻ പറിക്കാൻ അങ്ങയുടെ കൊച്ചുമോനല്ല, അത് ആർക്ക്? എല്ലാം പിടിയിട്ടിയോ? എവിടെയാ ധൈര്യം? എവിടെയാ ശക്തി? എവിടെയാ രഹസ്യം? എവിടെയാ വെളിപ്പാട് കൈമാറപ്പെടുന്നത്? അത് ദാവീദിനറിയാം. അത് സീക്രട്ട് പ്ലേസിലാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. 91 സങ്കീർത്തനം എഴുതിയത് മോശയാണെന്ന പൊതുവെയുള്ള അഭിഷിക്തന്മാരുടെ അഭിപ്രായം. കാരണം അതെങ്ങനെ വന്നു വെച്ചാൽ 91 മണ്ടയ്ക്കൊന്നും എഴുതിയിട്ടില്ല. പിന്നെ 90 അപ്പനാരാ നോക്കും. മുമ്പുള്ള സങ്കീർത്തനത്തിൻ്റെ അപ്പനാരാ, 92 അപ്പനാരാ, അവർക്കങ്ങ് ചാർത്തി കൊടുക്കുക. അതെങ്ങനെ ഒക്കുന്നേ? ഏതെങ്കിലും ഒരു വീട്ടിലെ കൊച്ചിന് അവൻ്റെ അപ്പനെ അറിയത്തില്ല, ഇങ്ങേപ്പുറത്തെ അപ്പനെ അങ്ങേപ്പുറത്ത് ഒന്നാണെങ്കിൽ അങ്ങ് കൊടുക്കുവാണ്. ഇതാ തിയോളജിയൻസിൻ്റെ പ്രശ്നം. അവർക്ക് കുറേ ഫോർമുലാസും ഉണ്ട്.
എടാ, മോശ കയറി 80 ദിവസം, പക്ഷെ അതിനേക്കാൾ ദാവീദ് കയറിയെന്ന് ജീവിതകാലം മുഴുവൻ കയറിയിരിക്കുകയായിരുന്നു. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിലും പാർക്കുന്നവന് പിന്നെ ഒരു പ്രശ്നവുമില്ല. അവന് പ്രൊമോഷൻ തടയപ്പെടത്തില്ല, അവന് വാക്സിനേഷൻ വേണ്ട, ഇൻസുലിൻ വേണ്ട, പെൻസുലിൻ വേണ്ട, അവനൊന്നും വിഷയമല്ലെന്ന്. ഗ്ലോറി, ഗ്ലോറി. കാരണം എന്താ? അവൻ അപ്പന്റെ മടിയിലായിരിക്കുന്നേ, അപ്പന്റെ ചിറകിന്റെ നിഴലിലാണ് വസിക്കുന്നത്. അവനൊന്നും പ്രശ്നമല്ലെന്ന് മാത്രമല്ല, എന്നെ ശ്രദ്ധിച്ചേ, നിങ്ങൾ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണേ. അവന്റെ കാല് കല്ലിനോട് തട്ടിപ്പോകാതിരിപ്പാൻ. അതെപ്പോഴേ കല്ല് കാലി തട്ടുന്നേ? കല്ല് കാലി തട്ടുന്നപ്പോഴാ കല്ല് കാലി തട്ടുന്നപ്പോഴാ നമ്മൾ കാണാതെ അറിയാതെ പോകുമ്പോഴല്ലേ. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കല്ല് കാലിൽ തട്ടുമോ? അറിഞ്ഞുകൊണ്ട് കല്ല് കാലിൽ തട്ടിയാലും കാല് കല്ലിൽ തട്ടിയാലും അതിന് അഹങ്കാരം എന്നാണ് പറയുന്നത്, അല്ലേ? അറിയാതില്ലേ തട്ടുന്നേ? നീ നടക്കുമ്പോൾ അറിയാതെ നീ തട്ടുമെന്ന് അറിഞ്ഞ ദൈവം അതിനും കൂടെ പ്രോട്ടോകോൾ ഓഫീസേഴ്സിനെ കാവലാക്കിയേക്കുക. എൻ്റെ കൊച്ചിൻ്റെ കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സ്നേഹം പിടിയിട്ടോ? നിങ്ങൾക്ക് ആ സ്നേഹം പിടിയിട്ടോ? അതാണ് സീക്രട്ട് പ്ലേസിന്റെ സ്നേഹം. ഇനി അടുത്ത വാക്യം പഴയ നിയമത്തിലാ. നിന്റെ കാൽ വഴുതുവാൻ അവൻ, നീ പോകുന്നത് സ്ലിപ്പറി പ്ലേസിലാ, പക്ഷെ നിന്റെ കാലൊന്ന് സ്ലിപ്പാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ കാല് സ്ലിപ്പാകുന്നത് ദൈവത്തിന് പ്രശ്നമില്ല എന്നാണ് വെളിപ്പാടെങ്കിൽ, ഡു യു ഹാവ് എനി പ്രോബ്ലം? നീ വീഴുന്നത് അങ്ങ് പോട്ട്, നിന്റെ കാലൊന്ന് സ്ലിപ്പാകുന്നത് ദൈവത്തിന്റെ പ്രോട്ടോകോളിൽ ഇല്ല. അതുകൊണ്ട് നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഇന്നും സമയമില്ല. 49 നമുക്ക് എഴുതേക്കാം. കർത്താവിനെ ആരാധിക്കാം. ഈ കർത്താവിനെ നമ്മളൊന്ന് അറിഞ്ഞാൽ, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം നമ്മളൊന്ന് അറിഞ്ഞാൽ, പിന്നെ നമ്മൾ അവനെ കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയനോ അവൻ 10,000 സുന്ദരൻ, എൻ്റെ പ്രിയനോ അവൻ ശ്രേഷ്ഠൻ, അവൻ സർവ്വാംഗ സുന്ദരൻ. Let us worship the Lord. Let us worship the Lord. Let us be in the secret place. കർത്താവിന്റെ രഹസ്യ പർവ്വതത്തിൽ കർത്താവിന്റെ രഹസ്യങ്ങൾ അറിയുന്ന മകനായി മകളായി